കേരള രാഷ്ട്രീയം വളരെ വിചിത്രമായ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുകയും അത് ചർച്ചയാകുന്നതും ആണ് കണ്ടിട്ടുള്ളതെങ്കിൽ, ഇവിടെ ഭരണകക്ഷിയുടെ ഒരു MLA തൊടുത്തുവിട്ട ആക്ഷേപങ്ങൾ അതിൻ്റെ തലങ്ങളും മാനങ്ങളുമൊക്കെ മാറി ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത നിലയിലേക്കുള്ള ഒരു അധപതനം സൂചിപ്പിക്കുന്നതായി വരികയാണ്. PV അൻവർ എന്ന MLAയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച്, വിശ്വാസ്യതയെക്കുറിച്ച് സംശയമുള്ളവരിലൊരാളാണ് ഞാൻ. ആയിരുന്നു. വായി തോന്നുന്ന എന്തും വിളിച്ചു പറയുന്ന ഒരാളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും പിണറായി വിജയന് വേണ്ടി ആരെയും അധിക്ഷേപിക്കുന്ന, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരാളായി. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളുടെ തുടക്കം കണ്ടപ്പോൾ ആ നിലയിലുള്ള തനതായ അൻവറിൻ്റെ ശൈലിയിലുള്ള ആക്ഷേപങ്ങൾ എന്നാണ് ഞാനൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ കണ്ടതോടെ ഈ ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട സാഹചര്യമുണ്ട്. PV അൻവറിനെ ഒരു ഭാഗത്ത് തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്, മറുഭാഗത്ത് അദ്ദേഹത്തിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരുന്ന് ഇന്ന് വിശ്വസിക്കാവുന്ന ഉദ്യോഗസ്ഥരെയും കൈവിടാനൊക്കാത്ത അവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു IPS കാരൻ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് മാത്രമല്ല, മലയാളിക്ക്, ആത്മാഭിമാനമുള്ള മലയാളിക്ക് ലജ്ജിക്കാൻ സാഹചര്യമല്ലേ വരുത്തിയത്? ഒരു IPS ഓഫീസർ വിളിച്ച് പറയുന്നു, ഞാൻ DGP വരാകും, എൻ്റെ ശിഷ്ടമുള്ള കാലം ഞാൻ അങ്ങയ്ക്ക് കടപ്പെട്ട് അങ്ങയുടെ ദാസനായി നിന്നോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ട് ആ തീരുമാനം, അല്ലെങ്കിൽ അങ്ങനൊരു ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ട് പോലും ആ ഉദ്യോഗസ്ഥനെ പോലും ഒന്ന് സസ്പെൻഡ് ചെയ്യാൻ മലയാളിയുടെ ആത്മാഭിമാനം, കേരളത്തിൻ്റെ പോലീസ് സേനയുടെ ആത്മാഭിമാനം ഇനിയും തകരല്ലെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ സസ്പെൻഡ് ചെയ്യണമായിരുന്നു. അതുപോലും ചെയ്യാൻ സാധിക്കാതെ ഭയപ്പെടുന്ന ഭീരുവായ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയിൽ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ നിയമപാലനത്തിനല്ല ഉപയോഗിച്ചത്. പലതരത്തിലും ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. ആക്ഷേപങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ താൽപ്പര്യങ്ങൾ, വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അഴിമതി നടത്തുന്നതിന് കൂട്ടുനിൽക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചതാണ്. ഒരു കാര്യം പറയാം, ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ UDF ഗവൺമെൻറ് സമയത്ത് സർവീസ് ഓഫീസേഴ്സിൻ്റെ ഇടയിൽ താരതമ്യേന നല്ല ഒരു ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു അന്ന് ശിവശങ്കറിനെ കണ്ടത്. MR അജിത് കുമാറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ വലിയ ആക്ഷേപമൊന്നും കേട്ടിട്ടില്ലാത്തതാണ്. പക്ഷേ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെ കാര്യം. കാരണം അൺറിസ്ട്രെയിൻഡ് പവർ, നിയന്ത്രണമില്ലാത്ത അധികാരം ഈ വ്യക്തികളിലേക്ക് ചെല്ലുമ്പോൾ അവരെങ്ങനെ അഴിമതിക്കാരായി മാറുന്നു. കാരണം ആരെ സേവിക്കാൻ ശ്രമിക്കുന്നു, അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അധികാരം, അതുപയോഗിച്ചുകൊണ്ട് അവരെങ്ങനെ അഴിമതിക്കാരാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്.